ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് സ്പെഷ്യൽ ടേംസ് ആണ്. ആ ടേംസിൻ്റെ സിമ്പിൾ മീനിങ് ആണ് നമ്മളിതിൽ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് അതോറിറ്റി എന്താ നോക്കാം. അതോറിറ്റി മീൻസ് ദ പവർ ഓർ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്, മേക്ക് ഡിസിഷൻസ് ആൻഡ് എൻഫോഴ്സ് ഒബീഡിയൻസ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു ടേം തന്നെയാണ് അല്ലേ. അപ്പോൾ അതെന്താണ് അത് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സ് കൊടുക്കാനായിട്ടുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ പവർ, ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള പവർ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒബീഡിയൻസ് എൻഫോഴ്സ് ചെയ്യാൻ നടപ്പിലാക്കാനുള്ള പവർ അല്ലെങ്കിൽ റൈറ്റിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിൾ നോക്കുക. എ മാനേജർ ഹാസ് അതോറിറ്റി ടു അസൈൻ ടാസ്ക് ടു എംപ്ലോയി. ഒരു മാനേജർക്ക് എന്തിനുള്ള അതോറിറ്റി ഉണ്ട്, റൈറ്റ് ഉണ്ട്? മാനേജറുടെ താഴെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ അല്ലെങ്കിൽ റൈറ്റ് ആണ്. ഇനി അടുത്ത ഒരു ടേമാണ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഡ്യൂട്ടി ഓർ ഓബ്ലിഗേഷൻ ടു കംപ്ലീറ്റ് എ ടാസ്ക് ഓർ ജോബ് പ്രോപ്പർലി. പ്രോപ്പറായിട്ട് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കടമ, ഓബ്ലിഗേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പോൾ ഒരു ജോബ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓബ്ലിഗേഷനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയാം. എ ടീച്ചർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു എഡ്യൂക്കേറ്റ് സ്റ്റുഡൻറ്റ്. ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് എന്ത്? സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഡെലിഗേഷൻ എന്താണെന്ന് നോക്കാം. ഡെലിഗേഷൻ മീൻസ് അസൈനിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു അനദർ പേഴ്സൺ ടു ക്യാരി ഔട്ട് സ്പെസിഫിക് ടാസ്ക്. അതായത് നമ്മൾ ഈ പറഞ്ഞ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യുക, വേറൊരു വ്യക്തിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടാസ്ക്, ഒരു ജോബ് അയാൾ ചെയ്യണം. അപ്പോൾ ആ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അസൈൻ ചെയ്ത് കൊടുക്കുക, അതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. എ മാനേജർ ഡെലിഗേറ്റ്സ് ദ ടാസ്ക് ഓഫ് പ്രിപ്പയറിംഗ് എ റിപ്പോർട്ട് ടു ആൻ അസിസ്റ്റൻറ്റ്. ഒരു മാനേജർ എന്ത് ചെയ്യുന്നു? മാനേജറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ടാസ്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിന് മേൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആ അസിസ്റ്റൻറ്റിനായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, ഡീസെൻട്രലൈസേഷൻ. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ട്രാൻസ്ഫറിങ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്നും ലോവർ ലെവലിലേക്ക് അതോറിറ്റിയും ഡിസിഷൻ മേക്കിംഗ് പവറും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ബ്രാഞ്ച് മാനേജേഴ്സ് ആർ അലൗഡ് ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ് ഫോർ ദെയർ ബ്രാഞ്ചസ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ, ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ബ്രാഞ്ചുകളുണ്ടെന്ന് വിചാരിക്കുക, ബ്രാഞ്ച് ഓഫീസസ് ഉണ്ട്. അപ്പോൾ ആ ബ്രാഞ്ച് ഓഫീസിൽ ഒരു ബ്രാഞ്ച് ഹെഡ് ഉണ്ടായിരിക്കുമല്ലോ, ബ്രാഞ്ച് മാനേജർ ഉണ്ടായിരിക്കും. അപ്പോൾ ബ്രാഞ്ച് മാനേജേഴ്സിന് എന്ത് കൊടുക്കുന്നു? അവരുടെ ബ്രാഞ്ചിന്മേൽ അവരുടെ ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള അതോറിറ്റി കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്? ഡീസെൻട്രലൈസേഷൻ എക്സാമ്പിളാണ്. അതായത് ഹെഡ് ഓഫീസ് ആ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. സെൻട്രലൈസേഷൻ നോക്കാം. സെൻട്രലൈസേഷൻ മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ അറ്റ് ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഡിസിഷൻ മേക്കിംഗ് പവറും അതോറിറ്റിയും ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കാം. അതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സെൻട്രലൈസേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണിത്. ഡീസെൻട്രലൈസേഷനിൽ നമ്മൾ ലോവർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. സെൻട്രലൈസേഷനിൽ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യുകയാണ്? കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന ടോപ്പ് ലെവലിൻ്റെ കയ്യിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അതോറിറ്റിയും ഡിസിഷൻ മേക്കിംഗ് പവറും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ എ കമ്പനി ഓൾ മേജർ ഡിസിഷൻ ആർ മെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ഉണ്ട്, അതിന് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബ്രാഞ്ചുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു ഹെഡ് ഓഫീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് സെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഹെഡ് ഓഫീസ് ആയിരിക്കും എല്ലാ ഡിസിഷൻസും എടുക്കുക, ബ്രാഞ്ചുകൾ അത് ജസ്റ്റ് ഒബേ ചെയ്യുക മാത്രമേ ഉള്ളൂ. The span of management ആണ്. It means the number of subordinates a manager can effectively supervise or control. അതായത് ഒരു മാനേജർക്ക് എഫക്റ്റീവായിട്ട് എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് എ മാനേജർ സൂപ്പർവൈസസ് 10 എംപ്ലോയീസ്. ഇപ്പോൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഒരു മാനേജർക്ക് 10 എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് 10 എന്ന് പറയാം.